ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ 2 ധാവണീൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഗിഫ്റ്റ് കിട്ടിയത് അതിലൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നാണ് എടുക്കാൻ തോന്നിയത്. ഇതൊരു ചുരിദാറാണ്. ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. ഫ്രണ്ട് ഇങ്ങനെ വരുന്നത്, ബാക്കിലാണ് ഇത് പ്ലെയിനാണ് വരുന്നത്. പ്ലെയിന് വന്നിട്ട് ഇങ്ങനെ കസവ് ബോർഡർ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ ഒരു ചുരിദാറും കിട്ടണം, ഒരു ബ്ലൗസും കിട്ടണം. ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോള് വന്നിട്ട് നാല് സൈഡും ബോർഡർ വന്നിട്ട് കസവിൻ്റെ ബോർഡർ വന്നിട്ട് ഉള്ള ഷോളാണ്. നമുക്ക് ധാവണിക്കൊക്കെ ചുറ്റാൻ പറ്റും കേട്ടോ. ഇതിന് പറ്റുന്ന ഒരു കളറ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോള് ഇത് ഉപയോഗിക്കാം, സെറ്റാക്കാം. ഇതിൻ്റെ പാൻറ് വരുന്നത് ഇതാ പ്ലെയിനാണ് കേട്ടോ. സെയിം കളർ തന്നെയാണ് വരുന്നത് പാൻറ്. അപ്പോൾ ഫങ്ഷൻ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും സ്റ്റിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ആ ചുരിദാർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴുത്താണ്, ഫ്രണ്ട് കഴുത്ത്, ബാക്ക് കഴുത്ത്. സ്ലീവ് പിന്നെ ചെറിയ സ്ലീവ്, നോർമൽ സ്ലീവാണ് എടുത്തുള്ളത്. പിന്നെ ഇത് ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസ്. അങ്ങനെ ചുരിദാർ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ സെയിം തുണിയിൽ തന്നെ ബ്ലൗസും കൂടെ ഒപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴ കേട്ടോ. അപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കാണ് ഇത് വരുന്നത്, റൗണ്ട് നെക്കാട്ടോ. ബാക്ക് നെക്ക്, ഇത് കട്ടിങ്, ഇത് ഫ്രണ്ട് പീസ്. കൈ വരുന്നത് മുട്ടിൻ്റെ അത് വരെ വരുന്ന കൈയാണ് ഉണ്ടോ. ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ പഫ് വരുന്ന രീതിയിലുള്ള കൈയാണ് കട്ട് ചെയ്തിടുന്നത്. ഇത് ബാക്ക് പീസ്. അങ്ങനെ നമ്മൾ ഒരു ചുരിദാർ മെറ്റീരിയലിൽ ഒരു ബ്ലൗസും കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ചുരിദാർ ടോപ്പും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ചുരിദാർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഭാഗം. ബാക്ക് വരുന്നത് ഇങ്ങനെ. അത്യാവശ്യം കഴുത്ത് ഇറക്കിയിട്ടുണ്ട്. ബാക്ക് ടക്സ് ഇട്ടിട്ടുണ്ട്. ബാക്ക് താഴത്ത് ഇങ്ങനെ ബോർഡർ വരുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട്, അപ്പം അതുകൊണ്ട് വലുതായിട്ട് നമുക്ക് അയൺ ചെയ്യേണ്ട കാര്യം വരില്ല. സെറ്റ്. ബ്ലൗസ് ഈ പറഞ്ഞ പോലെ തന്നെ അയൺ ചെയ്തിട്ടാണ് ഓരോ ഭാഗം നമ്മൾ ഇസ്തിരി ഇട്ട് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണത് കൊണ്ട് വലിയ കുഴപ്പം വരില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ടെക്സിൻ്റെ ഭാഗമാണ്. കാണുന്നുണ്ടോ? കൈ വരുന്നത് പഫാണ്.
ഷോൾഡറിൻ്റെ അവിടെ പഫ് വന്നിട്ട് മുട്ട് വരെ ലെങ്ത്തിൽ ഇങ്ങനെയാണ്. പിന്നെ ബാക്കിൽ ഷോൾഡറിൻ്റെ അവിടെ 2 പീസ് ഇങ്ങനെ ക്ലോസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോർഡർ ഈ കയ്യിനും ഇതിൻ്റെ ബാക്കിനും വന്ന ബോർഡറിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇവിടെ സ്ട്രൈറ്റ് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ട് പീസിൻ്റെ ബാക്കി വന്ന പീസാണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ 2 ഷോൾഡറിൻ്റെ താഴത്തേക്ക് വരുന്ന സമയത്ത്. അപ്പം നമ്മളിപ്പോൾ സാരി എന്നിങ്ങനെ ഉടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണല്ലോ ഷോള് പോവുക. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഫുൾ ഇതേപോലെ വർക്കുള്ള ബ്ലൗസായിട്ട് നമുക്ക് ഫീല് വരും. അപ്പോൾ ഇതാണ് ബ്ലൗസ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചുരിദാർ തുണിമെന്ന് നമ്മൾ ഒരു ചുരിദാർ ടോപ്പും പാൻറ് ഷോളും ഓൾറെഡി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്, ഇത് ഇട്ടിട്ട് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഓക്കെ.